ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കേട്ടോ. നമ്മൾ ഇലക്ഷനൊക്കെ വരാൻ പോകല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് വന്ന മാറ്റങ്ങൾ എന്ന് നോക്കാം. അതുപോലെ നമ്മുടെ സജഷൻസ് പറയാം. അപ്പോൾ ഈ സജഷൻസ് പറയുമ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും. അവരോട് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണമെന്ന് നമുക്ക് അവരോട് പറയാം. അപ്പം ഞാൻ നോക്കിയപ്പം ഫസ്റ്റ് ഈ 2019 ശേഷം കണ്ട ഏറ്റവും വലിയൊരു മാറ്റം നമ്മൾ റാന്നി ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ കണ്ട മാറ്റം നമ്മുടെ റോഡാണ്. റോഡ് നല്ല അടിപൊളിയായിട്ട് ഡെവലപ്പായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മൂവാറ്റുപുഴ പുനലൂർ ഹൈവേ നല്ല രീതിയിൽ അവർ പണിതിട്ടുണ്ട്, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ 2 സൈഡിലും എല്ലായിടത്തും തന്നെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. 2 സൈഡിലും ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 സൈഡിലും വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. കൂടുതലായിട്ട് വെയിറ്റിംഗ് ഷെഡ് ഉള്ളത് SC പടിയിലാണ്. ഇവിടെ 4-5 വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. എനിക്ക് 4 വെയിറ്റിംഗ് ഷെഡാണ് ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കറിയില്ല ഇത്രയും 4 വെയിറ്റിംഗ് ഷെഡൊക്കെ ഒരു സ്ഥലത്ത് വേണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത്രയും വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ കൂടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം ഈ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇതൊരു മെയിൻ ഹൈവേ ആണ്, ഒത്തിരിയേറെ ആൾക്കാർ യാത്ര ചെയ്യുന്ന, ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്നൊരു ഹൈവേ ആണ്. അപ്പം ഇവിടെ ഒരു 10 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ടോയ്ലറ്റ് മാത്രം വെച്ചാൽ മതിയോ, അത് ക്ലീനാക്കി സൂക്ഷിക്കാൻ കാര്യങ്ങൾക്ക് വേണ്ടേ? അതിന് നമുക്ക് ഹരിതകർമ്മ സേനയുണ്ട്, അങ്ങനെയൊക്കെ അവരുടെയൊക്കെ സേവനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓരോ വെയിറ്റിംഗ് ഷെഡിലും നമുക്ക് ഒരു വേസ്റ്റ് ഇടാനുള്ള ഡസ്റ്റ്ബിന്നൊക്കെ വെക്കുവാണെങ്കിൽ ഈ റോഡിൻ്റെ പരിസരങ്ങളിലൊന്നും ഒരിടത്തും വേസ്റ്റ് കാണില്ല. ഈ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ പൊന്തമ്പുഴ വനത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കണ്ടമാനം വേസ്റ്റാണ്. 2 സൈഡിലും കണ്ടമാനം വേസ്റ്റ് പല ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷനാണ്, എന്താ പറയുക, ഒരു 10 കിലോമീറ്റർ കൂടുമ്പോൾ അല്ലെങ്കിൽ 15 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും ഒരു വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഒത്തിരിയേറെ പ്രശ്നമായി. കാരണം ഒത്തിരി ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ആണുങ്ങൾക്ക് ആണെങ്കിൽ ജസ്റ്റ് പുറത്ത് പോയി ഒന്ന് മൂത്രമൊഴിക്കാനുള്ള ഏതെങ്കിലും ഫെസിലിറ്റി ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ പോയി മൂത്രമൊഴിക്കാൻ പറ്റും. പക്ഷേ പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം അത് പറ്റില്ല. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഹരിതകർമ്മ സേന മാസത്തിലൊന്നാന്ന് തോന്നുന്നു വീട്ടിലൊക്കെ വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകണത്. പക്ഷേ ഇവിടെ ഈ വെയിറ്റ് ഷെഡിലൊക്കെ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആൾക്കാർ കൊണ്ട് നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിക്കുകയാണെങ്കിൽ അവർക്ക് വീടുകൾക്ക് അതോടും കയറി ഇറങ്ങേണ്ട ആവശ്യം കുറഞ്ഞു കിട്ടുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ വേസ്റ്റുകളൊക്കെ പോവുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ഒരു വേസ്റ്റിനുള്ള ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് പലരും വേസ്റ്റ് കൊണ്ടിടുന്നത് റോഡിൻ്റെ സൈഡുകളിലാണ്. പ്രത്യേകിച്ച് ഇവിടെ പൊന്തമ്പുഴ വനത്തിൽ കണ്ടമാനം വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും വേണമെങ്കിൽ ഇത്രമാത്രം വേസ്റ്റ് വരുന്നതിന് കാര്യം ഈ വേസ്റ്റ് ഇടാനുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയി ഡിസ്കാർഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ആ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം. എനിക്ക് ഫീൽ ചെയ്യുന്നു റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഗ്രാമീണ റോഡുകളെ പറ്റിയും നഗർ റോഡുകളുടെയും ഇപ്പോഴത്തെ അവസ്ഥയാണ്. നമ്മൾ നഗർ റോഡ് നോക്കുകയാണെങ്കിൽ, ഹൈവേ ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി റോഡാട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഗ്രാമീണ റോഡുകളൊക്കെ നോക്കാം. അതെങ്ങനെയുണ്ട് ഗ്രാമീണ റോഡുകൾക്ക് ഏത് രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.